CPM ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് അവരെങ്ങനെയെങ്കിലും ഈ പരിപാടിയിൽ നിന്ന് ഊരാൻ നോക്കും. ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവർ വെറുതെ ഇരുന്ന സ്ഥലത്ത് ഇത് ഒരു കോലാഹലം ഉണ്ടാക്കേണ്ട കാര്യം എന്തായിരുന്നു. ഒരു കുഴപ്പമില്ല, ശബരിമലയെ ചൊല്ലി ഒരു വിവാദമില്ല കഴിഞ്ഞ 2-3 വർഷമായിട്ട് വല്ലതും ഉണ്ടോ? അങ്ങനെ സമാധാനമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന ആളുകളുടെ ഇടയ്ക്ക് അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞൊരു ഏടാകൂടം കൊണ്ടുവന്ന് ഇപ്പോൾ അത് തലയിലായി, പുലിവാല് പിടിച്ച പോലെയായി. ഇപ്പോൾ പ്രശാന്ത് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പന്തളം കൊട്ടാരത്തിൽ പോകുന്നു, അവർ കയറ്റുന്നില്ല. അപ്പോൾ പുള്ളി അടുക്കളപ്പുറത്തൂടെ പോകുന്നു, ചേട്ടാ ഞാനിവിടെ ഉണ്ട്, അവിടെ നിൽക്കുക, എനിക്ക് വല്ല കാര്യമുണ്ടോ? പന്തളം കൊട്ടാരം സന്തോഷമായിട്ട് അവിടെ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്, അവരെ എടുത്ത് തലയിൽ വെക്കേണ്ട ഗതികേടായി പ്രശാന്തിന്. പെരുന്നയിൽ പോയി എന്ത് കാര്യം? ഇപ്പൊ പാർട്ടിക്കുള്ളിൽ വിവരമുള്ള ആൾക്കാരെ ഇപ്പൊ തന്നെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്, എന്ത് മണ്ടത്തിലാണിത്? ഒരു പ്രശ്നവും ഇല്ലാത്ത സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കുന്നു. 2018 പ്രശ്നം ഉണ്ടായി. 2019 ക്ലീനായിട്ട് CPM തോറ്റു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതിന്റെ വോട്ട് മുഴുവൻ BJPക്ക് കിട്ടുമെന്ന് പാവം BJP വിചാരിച്ചു. വോട്ടെല്ലാം കൊണ്ട് കോൺഗ്രസും BJPക്ക് തല്ലും കേസും മിച്ചമായി. 2021 ശബരിമലയുടെ പ്രഭാവമേ ഇല്ല, പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നു. തലയ്ക്ക് വെളിയുള്ള ഏതെങ്കിലും മനുഷ്യൻ പിന്നെ വീണ്ടും ശബരിമലയിൽ ചൊറിയുക. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഫൂളിഷ്നെസ് വാട്ട് ഈസ് ബീയിങ് ഡൺ ടുഡേ. അവർക്ക് ഒരു കാര്യമില്ലാത്തടത്ത് കൊണ്ടുപോയിട്ട് ഈ പഴയ ആപ്പൂരിയ കുരങ്ങൻ്റെ കഥയുണ്ട്, ആപ്പ് ഊരി ഇത് തടി തമ്മിൽ അടുത്ത് ഇപ്പം അടിച്ചിൽ വീണം. ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ നിൽക്കുക. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയും ദേവസ്വം ബോർഡും പ്രാർത്ഥിക്കുന്നത് ഹൈക്കോടതി ഒരു സ്റ്റേ ഓർഡർ തന്ന് നമ്മളെ ഇതിന് രക്ഷിക്കണം. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്.